ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ പുതുവർഷത്തിന്റെ ആരംഭമാണ് വരാനിരിക്കുന്നത്, അല്ലേ? ചിങ്ങം 1. അപ്പോൾ ഈ ഒരു പുതുവർഷത്തില് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്, എപ്പോഴാണോ നിങ്ങൾ ഇത് കണ്ടു തുടങ്ങുന്നത്, അന്ന് മുതൽ ഒരു 41 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ചസ് സംഭവിക്കാനായിട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കാം നിങ്ങളുടെ ഒരു മുന്നോട്ടേക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്? ആ ഒരു കറന്റ് എനർജിയിൽ നിന്നുകൊണ്ടിട്ട് ഈ ഒരു 41 ദിവസത്തിനുള്ളിൽ, ഈ ഒരു പുതുവർഷത്തിലെ 41 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, അത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറലിസ്റ്റ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറലിസം ടൈംലെസ്സും ആണ്. ജനറൽലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ജെൻഡർ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചിലർ കമന്റ് ചെയ്യുന്നത് കാണാം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് റെസനേറ്റ് ആയില്ല, അല്ലെങ്കിൽ ആയിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതൊക്കെ. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ രീതിയിലായിരിക്കാം സിറ്റുവേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ക്ലാരിറ്റിയും ഗൈഡൻസും പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും, എല്ലാം അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 41 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ ഒരു 41 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ നോക്കാം. ആ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് എന്നെ അറിയിക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും നിങ്ങളുടെ എനർജി പൂർണ്ണമായിട്ടും ലോസ് ആയി പോകാതെ അതിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിലാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടാനായിട്ടുള്ള ഒരു യാത്ര. അപ്പൊ ആ ഒരു യാത്രയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരുന്നു. നിങ്ങളുടെ കൂടെ സ്നേഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പോലും സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇല്ലായ്മ, ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കാത്തിരിപ്പ്, ഒരുപാട് വേദനാജനകമായ സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം പോലും നിങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥ. എല്ലാ രീതിക്കും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾ അത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതൊരാളും കടന്നു വരുന്നത്. പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരാനായിട്ട് നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളുടെ ആണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും എല്ലാ രീതിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരോടും മിങ്കിൾ ചെയ്യാനും എല്ലാവരിലേക്കും ആ ഒരു സ്നേഹം പകർത്തി കൊടുക്കാനും ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിക്കും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നിങ്ങൾ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഫോർ ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് കൊടുത്ത പോലെ തിരിച്ച് ലഭിക്കുന്നില്ല.
അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ കൊടുത്ത ഒരു സ്നേഹം ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. പക്ഷേ മനുഷ്യരാണ്, എല്ലാവരും ആഗ്രഹിക്കും കുറച്ചെങ്കിലും തിരികെ ലഭിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും അത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നിരാശ മാത്രമാണ് നിങ്ങളുടെ ഒരു ഫലമായിട്ട് കാണിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ എംപ്രസ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം. നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഒരു നിരാശയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. ആ ഒരു എനർജീസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരിൽ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി പോലും നിങ്ങളുടെ കൂടെ ചിലപ്പോൾ കൂടെ ഉണ്ടായിരിക്കാം, ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൺ. പക്ഷേ കൂടെ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു രീതിയിലൊക്കെ നമുക്കിവിടെ കൂടുതലും ഈ റിലേഷൻഷിപ്പിൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ കപ്പ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. 4 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, അങ്ങനെ ഒരുപാട് 3 ഓഫ് കപ്സ്, എല്ലാം നമുക്ക് ഒരുപാട് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്. അപ്പോൾ ഈ ഒരു കപ്പ് എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു വൈകാരികമായ ജീവിതവുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റെസനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളിലെ ഭൂരിഭാഗം ആൾക്കാർക്കും നിങ്ങൾക്ക് വൈകാരികപരമായ ജീവിതത്തിൽ ഒരുപാട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിൽ എന്ന് തന്നെ പറയാം, ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെ അല്ല നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെന്നുണ്ടെങ്കിലും ഒരുമിച്ചാണ് എങ്കിൽ പോലും പൂർണ്ണമായ ഒരു തൃപ്തികരമായ ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് പോലും ചിലപ്പോൾ ഒരുപാട് കാലങ്ങളായി കാണും. അല്ലെങ്കിൽ തുറന്നുള്ള ഒരു സംസാരം നിങ്ങൾക്കിടയിൽ കുറവായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ലവേഴ്സ് എനർജിയിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യകാലങ്ങളിലുള്ള പോലെ സ്നേഹം ഇപ്പൊ ലഭിക്കുന്നില്ല. എല്ലാത്തിലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളാണ് കേൾക്കേണ്ടി വരുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ ചെല്ലുമ്പോഴും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ നിങ്ങളോട് പറയുന്നത് നിന്റെ തോന്നലാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നീ മാറിപ്പോയി എന്നായിരിക്കും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പായിട്ട് കാണുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾ ഇപ്പോഴും പ്രയത്നിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു സ്നേഹം ഈ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരിക്കാം നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ് എനിക്ക് കറന്റ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളുടെ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കറന്റ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതുവർഷ ആരംഭത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എപ്പോഴാണോ അന്ന് മുതൽ ഒരു 41 ഡേയ്സിനുള്ളിൽ ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ സ്പ്രെഡ് എടുത്തിരിക്കുന്നത്. ആ ഒരു 41 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് മേ ബി എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഇതിനകത്ത് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടും ഒന്നും തന്നെ നിങ്ങൾക്ക് അനുഭവയോഗ്യമല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എപ്പോഴും ഒരു നിരാശയിലാണ് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു നിരാശയിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും ഏത് സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ നല്ല ജോലിയൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ അതിലേക്കൊക്കെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് എവിടെയോ ഉടക്കി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ ഉടക്കി കിടക്കുക എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹത്തിൽ ഉടക്കി നിൽക്കുന്ന ഒരു അവസ്ഥ. നമുക്കിവിടെ നെക്സ്റ്റ് ലവേഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏതോ ഒരു വ്യക്തിയെ അഗാധമായിട്ട് ഒരുപാട് പ്രണയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രണയത്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ എംപ്രസ് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങൾ. അതുപോലെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാരേജ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ഒരു കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തുകയാണ്. ലവേഴ്സ് എനർജിയാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ രൂപപ്പെടാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ മെന്റലി നിങ്ങൾ ഒരുപാട് ബോണ്ടിങ്, നിങ്ങൾക്കൊരു കണക്ഷൻ കൂടുതലായിട്ട് വരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെയും ധൈര്യം, നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം, നിങ്ങൾക്ക് എന്നാണെങ്കിലും തിരിച്ചു ലഭിക്കും എന്നുള്ളൊരു നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പവർ തന്നെയാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു 4 ഓഫ് കപ്സ് എന്ന എനർജിയിൽ നിന്നിട്ട് നിങ്ങൾ അവിടെ നിന്നും ഈ ഒരു എംപ്രസ് എനർജി ലവേഴ്സ് എനർജിയിലേക്ക് കയറുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പോരാടിയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ മുന്നോട്ടേക്ക് ഇരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ
നിങ്ങൾ അച്ചീവ് ചെയ്ത ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഇവിടെ അർഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. കാരണം മറ്റൊന്നുമല്ല, ടു ഓഫ് കപ്സ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഓരോന്നും ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും അവർ ആ ആദ്യ സമയത്ത് നിങ്ങളിൽ നിന്ന് മാറുന്ന സമയമാണെങ്കിൽ ഇപ്പൊ അവർ മനസ്സുകൊണ്ട് നിങ്ങളെയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗം കൊണ്ട് തന്നെയായിരിക്കാം ഹെയറോഫന്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ എല്ലാവിധ ഈഗോയും കാര്യങ്ങളും എല്ലാം അവർ സറണ്ടർ ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർ തോറ്റു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും അവരിൽ നിന്ന് ഒരു അവഗണനയും കാര്യങ്ങളും ഒക്കെ ഏറ്റിടേണ്ടി വന്നിട്ടും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇവര് മാറും അല്ലെങ്കിൽ ഇവർക്ക് ചേഞ്ച് സംഭവിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, ഇവരോടുള്ള ആ ഒരു ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ അത് തട്ടിയിട്ടുള്ളതായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതും അവർ നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും. നമുക്കൊരു 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണ്. നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൂടുതലായിട്ട് ഒരു ലവേഴ്സ് ഫാമിലി ലൈഫിന്റെ എനർജിയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ഈ ഒരു യൂണിവേഴ്സിന്റെ ഇടപെടൽ കൊണ്ട് തന്നെ അവരുടെ മനസ്സ് പോലും ചേഞ്ച് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പ്രണയ വിവാഹം ഒക്കെ ആയിരിക്കാം നടന്നിരിക്കുന്നത്. നമുക്കിവിടെ ലവേഴ്സ് എനർജി 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നടന്ന ഒരു വിവാഹം ഒരുപാട് നാളുകളോളം പ്രണയിച്ച് സ്വന്തമാക്കിയ ഒരു എനർജിയാണിത്, അല്ലെങ്കിൽ ആ ഒരു ലൈഫാണിത്. അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫിലാണ് മുന്നോട്ടേക്ക് പോകവേ ഒരുപാട് ഇഷ്യൂസ് വന്നിരിക്കുന്നത്. പരസ്പര വിശ്വാസമില്ലായ്മ, ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഈഗോ ക്ലാഷസ് വന്നിട്ടുണ്ട്. തേർഡ് സിറ്റുവേഷൻസ് വന്നവരുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു ബന്ധത്തിന് വന്നിരിക്കുന്ന ഒരു അകൽച്ച എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവുക. ഇതിന്റെ ഒരു മുന്നോട്ടേക്കുള്ള നല്ല പോക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയായിരിക്കും ഇതിൽ കൂടുതൽ എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഓരോ കാൽവെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഒരു ബുദ്ധിപൂർവമായിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ നിങ്ങൾ ചാടിക്കേറി പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ സിറ്റുവേഷൻ നോക്കാതെ പെട്ടെന്ന് നിങ്ങൾ സംസാരിക്കുന്ന രീതി എടുത്തുചാട്ടമൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നിരിക്കാം നേരത്തെ. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു പ്രശ്നങ്ങളാണെങ്കിലും ഈ ഒരു വേദനകളാണെങ്കിലും നിങ്ങളെ മൊത്തത്തിൽ അടിമുടി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ ക്യാരക്ടറിനെ പോലും ഒരുപാട് ചേഞ്ച് ആക്കിയിരിക്കുന്നു. ക്ഷമാശീലം എന്താന്ന് പോലും അറിയാതിരുന്ന വ്യക്തികളുടെയൊക്കെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും ഒരുപാട് ക്ഷമ കൈവന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതം നിങ്ങളെയും ഒരുപാട് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിയെ മാറ്റിയതുപോലെ തന്നെ നിങ്ങളെയും മാറ്റിയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത സ്വയം നിങ്ങൾ ആർജിച്ചെടുത്ത ആ ഒരു പോസിറ്റീവ് ഓറ തന്നെയാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളത് ഈ ഒരു ഡിവൈന്റെ തീരുമാനമായിരുന്നു എന്ന് പറയാം. അപ്പൊ ബുദ്ധിപൂർവമായ ഒരു തുടക്കമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. പേജ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾ എഫേർട്ട് എടുത്ത ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയിക്കണം എന്നൊരു ഒറ്റ കാലിൽ തന്നെ നിന്ന് മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹം, ഈ ഒരു കുടുംബം തിരിച്ചു പിടിക്കണം നിങ്ങൾക്ക്. ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ, ഇപ്പൊ ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളോളം പ്രണയിച്ച വ്യക്തികളായിരിക്കാം നിങ്ങൾ. ആ ഒരു പ്രണയം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആ ഒരു വിവാഹത്തിലേക്കൊക്കെ അടുക്കാൻ പോയ സമയത്തായിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ കാലസമയക്കേട് കൊണ്ടിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സിറ്റുവേഷൻസ് കൊണ്ടിട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ആ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും prepared ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിന് സജ്ജമാണ് എന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ unexpected ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ wheel of fortune ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള twist അല്ലെങ്കിൽ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. The emperor വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഘടന വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കാർമിക് ആയിട്ടുള്ള ആ ഒരു പീരീഡ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ രീതി കൊണ്ടിട്ടും ഒരു ഘടന കൈവരാനായിട്ട് പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ആദ്യ സമയങ്ങളിൽ വളരെയധികം ഹാപ്പി ആയിട്ട് ആഘോഷപരമായിട്ട് മുന്നോട്ടേക്കൊക്കെ ജീവിച്ച വ്യക്തികളായിരിക്കാം.
ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നിരിക്കണം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരിക്കാം നിങ്ങൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രണയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം എന്തായാലും അടുത്ത കാലത്തായിട്ട് വന്ന കുറച്ച് നാളുകളായിട്ട് പരിചയമുള്ള വ്യക്തികളല്ല നിങ്ങൾ. നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ ഒരുപാട് നാളുകളായിട്ട് മാനസികപരമായിട്ട് അടുപ്പമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി നാളുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. അത്രത്തോളം ഈ ഒരു വ്യക്തിയും നിങ്ങളും നിങ്ങളെ ഈ ഒരു വ്യക്തിയും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫിലേക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ പോലും നേരിട്ട് വന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവരെ വിട്ടുപോരാനായിട്ട് കഴിയാത്തത്. ഇപ്പൊ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്കിടയിൽ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. ചില വ്യക്തികൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രണയത്തിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. വിവാഹം കഴിഞ്ഞപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലവേഴ്സിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ. അടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ഈ ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു എനർജി നമുക്കിവിടെ കൃത്യമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു. ഇതുവരെ നിങ്ങളൊരു കുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു വശത്ത് നിങ്ങൾക്ക് ഈ ഒരു ജീവിതം വേണം അല്ലെങ്കിൽ എല്ലാ രീതിക്കും കെട്ടിപ്പടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിൽക്കുമ്പോൾ മറുവശത്ത് നിങ്ങൾക്ക് ഒരുതരം ഭയമായിരുന്നു. എങ്ങനെ വേണം ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ? എല്ലാ രീതിക്കും ഇരുളടഞ്ഞ നിങ്ങൾക്ക് ഒരു ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ എന്നുള്ള രീതിക്ക് ആ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തുകയാണ്. നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണചന്ദ്രനാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുവരെ ഇരുളടഞ്ഞ രീതിയിലാണ് നിങ്ങൾ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരാനായിട്ട് പോവുകയാണ്. ആ ഒരു പ്രകാശം കടന്നു വരുന്നതോടുകൂടി തന്നെ നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു ബാഡ് കർമാസ് എല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് റിലീസ് ആവുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നൈറ്റ് ഓഫ് wands വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് wands എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഒരു തുറന്ന സംസാരം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ ഒരു പഴയ കാലത്തെക്കുറിച്ച് അവർ ഒരുപാട് മിസ് ചെയ്യുന്നു. ആ ഒരു മിസ്സിംഗ് അവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ ആണ്. ലവേഴ്സ് എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 of cups പറഞ്ഞു, ഷെയറിംഗ് ആണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് പഴയ രീതിയിൽ തന്നെ നിങ്ങളുടെ ബന്ധം, ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നിൽക്കുന്ന സമയത്ത് ഇവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ്. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മിണ്ടാതിരിക്കുമ്പോൾ അപ്പാപ്പത്ത് പോയിട്ട് പ്രതികരിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ പതുക്കെ പതുക്കെ സൈലന്റ് ആയി എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ക്ഷമാശീലം പഠിച്ചിരിക്കുന്നു. കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഇവരിൽ ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങളെ പരിചയപ്പെടുന്ന ആദ്യ സമയങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. അത് തന്നെയായിരിക്കും ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിച്ചിരിക്കുന്നത്. പോകെ പോകെ ഈ ഒരു ബന്ധത്തിലേക്കൊക്കെ എടുത്ത് കാൽ വെച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു സ്വാർത്ഥത, സെൽഫിഷ്നെസ് ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവരായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തികളും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരെന്തായാലും നിങ്ങളുടെ ഈ ഒരു എനർജി അവരെ ഒരുപാട് അട്രാക്ട് ചെയ്യിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ കർമ്മ, ബാഡ് കർമ്മയുടെ അവസാനമാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾ കാർമികമായിട്ട് അനുഭവിക്കേണ്ടിയിരുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ ഒരു സ്പ്രെഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്ന വ്യക്തികൾ തന്നെയാണ്. ആ ഒരു ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പുതുവർഷ ആരംഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് വരികയാണ്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരുന്നു. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തീർത്തും നിങ്ങളുടെ ആ ഒരു പഴയകാലം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. 6 of cups ആണ്, നൊസ്റ്റാൾജിയ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തി ആ ഒരു പഴയ പ്രണയം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം അത് വീണ്ടും വാർത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും അതിനെ പുതുക്കിയെടുക്കാനായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അവർ അത്രത്തോളം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാത്തിരിപ്പിന്റെ ഒരു വിരാമമാണത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സന്തോഷിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നിരിക്കും. നിങ്ങളെ കണ്ട് അസൂയപ്പെട്ട ആൾക്കാർ വരെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾക്കിടയിൽ അകൽച്ച വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടൊരു അവരെ അധികം കോണ്ടാക്ട് ചെയ്യാതെയൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതുപോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ജീവിതം ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനായിട്ട് പോവുകയാണ്. 5 of cups ആണ്. ഒരുപാട് ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്.
ഡിപ്രഷൻ അവസ്ഥ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ മുഴുവനും നിങ്ങളുടെ ഈ ഒരു ജീവിതമാണ്. കാരണം ഈ ഒരു ജീവിതത്തിൽ അത്രത്തോളം നിങ്ങൾ സന്തോഷിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. നിങ്ങൾ സന്തോഷിച്ചത് ഒരുപക്ഷെ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം. ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചായിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാനായിട്ട് സാധിക്കില്ല. അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായ ഒരു വ്യക്തികളുമല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിന് നിരന്തരമായിട്ട് പേജ് ഓഫ് സോഴ്സ് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേ നിങ്ങൾ ഇരുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാവുകയാണ്. യെസ്, again നമുക്ക് വന്നിട്ടിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസികപരമായിട്ട് അകൽച്ചയൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേര് വീണ്ടും വന്നിട്ടുണ്ടായിരിക്കാം. അതിപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും ഒക്കെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാനും നിങ്ങളുടെ സ്നേഹം ആഗ്രഹിച്ചും ഒക്കെ ഒത്തിരി പേര് നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങൾ അപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, പ്രതീക്ഷയോടുകൂടി, ഹോപ്പാണ്, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഡെയിലി അതിനകത്തേക്ക് മാത്രമാണ് നിങ്ങൾ ഇരുന്നത്. നിങ്ങളിപ്പോൾ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കാം, നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൽ ഭൂരിഭാഗം സമയവും നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് സിറ്റുവേഷൻ, ഒന്നിലധികം വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. തെറ്റിദ്ധാരണകളാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ പൂർണ്ണമായിട്ടും കഴുകി തുടച്ച് നീങ്ങപ്പെടുകയാണ്. ആ ഒരു തുടച്ച് നീങ്ങപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് already പറഞ്ഞല്ലോ, നമ്മൾ സറണ്ടർ ആവുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. അവരായിട്ട് തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ 10 ഓഫ് കപ്സ്, ഫാമിലി ലൈഫ്, അതുപോലെ തന്നെ 4 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. കമ്മിറ്റ്മെന്റ് കാർഡ് ആണ്. നിങ്ങളൊരു വിവാഹത്തിലേക്കൊക്കെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു കാര്യം. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇവരുടെ കൂടെ ജീവിക്കണം, ഇവരുടെ കൂടെ സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് പോകണം, ഒരു വിവാഹ ജീവിതം, അതൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് ഡ്രീം ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ സറണ്ടർ ആവുക അല്ലെങ്കിൽ കടന്നു വരിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ ഒരു സന്തോഷകരമായ ജീവിതം, 10 ഓഫ് കപ്സ് ആണ്, ആ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക. ഇനി നിങ്ങൾ ലവേഴ്സ് അല്ല ഫാമിലി ലൈഫിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മിസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ വരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ പുതിയ ഒരു നാമ്പ് നിങ്ങൾക്ക് മുളക്കാനായിട്ട് പോകുന്നു. നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിന് പുതിയൊരു അവകാശി കൂടി നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ. അത്രത്തോളം ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് ഇരിക്കുന്നത്. okay, അതുപോലെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ എല്ലാവരും ഒരു സ്വപ്നജീവികൾ എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. എപ്പോഴും നിങ്ങളൊരു സ്വപ്നലോകത്താണ്, എപ്പോഴും നിങ്ങൾ ചിന്തകളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ already പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പേരിൽ നിന്ന് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നിങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ? നമ്മുടെ തോട്ട്സ് പോലും മാനിഫെസ്റ്റ് ആയി മാറും. അപ്പൊ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, നിങ്ങൾ ഡ്രീം ചെയ്തതൊക്കെയും ഈ ഒരു ലൈഫിനെ കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരുന്നതും അവരുമായിട്ടുള്ള സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും അതൊക്കെ തന്നെയാണ് നിങ്ങൾ നിരന്തരമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ നിങ്ങൾക്കിവിടെ മാനിഫെസ്റ്റ് ആവുകയാണ്. 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ട് പോകുന്നു. നിങ്ങളൊരു വണ്ടർലാൻഡിലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടർലാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ റിയലൈസ് ആവുകയാണ് അല്ലെങ്കിൽ റിയൽ ആവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറാനായിട്ട് പോവുകയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അതേ ആ ഒരു പൂർണ്ണമായിട്ടുള്ള സ്നേഹം, അവരുടെ ആ ഒരു മനസ്സ് കൊണ്ടുള്ള ശുദ്ധമായിട്ടുള്ള ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം പൂർണ്ണമായും നിങ്ങളിലേക്ക് നൽകാനായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഉള്ള യാത്ര തിരിച്ചു കഴിഞ്ഞു. അവരിനി നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും അവരുടെ എല്ലാ ഫീലിങ്സും നിങ്ങളിലേക്ക് അവർ സറണ്ടർ ചെയ്യുകയും നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. 5 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് എന്തായാലും കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് മാനസാന്തരം ഒക്കെ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് സ്ട്രഗിളിങ്സിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങളുടെ ഒരു വിഷമാവസ്ഥകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വേദന എന്തായാലും അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അവർക്ക് അത്രത്തോളം ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലും ഒറ്റപ്പെടലിലും ഒക്കെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജീസ് മിസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഒക്കെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പുതിയൊരു വൈകാരികമായിട്ടുള്ള ജീവിതത്തിന്റെ തുടക്കം. നമ്മൾ already പറഞ്ഞു എല്ലാത്തിലും ഒരുപാട് കപ്പ് എനർജി വന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും വൈകാരികമായിട്ടുള്ള ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നമ്മളിവിടെ നോക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു കോണ്ടാക്ട് മാത്രമായിരിക്കും ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പൂവ് ചോദിച്ചവർക്ക് ഒരു പൂക്കാലം എന്ന രീതിയിലാണ് നമുക്കിവിടെ സ്പ്രെഡ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത്. വെറുതെ ഒരു കോണ്ടാക്ട് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മൂൺ എനർജിയാണ് തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞു തീർക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പകുതി വെച്ചിട്ട് സംസാരിച്ചിട്ട് പകുതി വെച്ചിട്ട് പോവുക എന്നൊരു എനർജിയിലല്ല അവർ നിൽക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. മുന്നോട്ടേക്ക് ഒരു രീതിയിലും ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങളുടേത് ഇപ്പോൾ. അപ്പൊ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തത, ഒരു പുതിയ വെളിച്ചം കടന്നു വരാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് മെസ്സേജസ് തരാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് യെസ് റീകൺസിഡർ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ട്രസ്റ്റ് യെസ് അഗെയിൻ നമുക്ക് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം നമുക്ക് യെസ് കിട്ടിയിട്ടുണ്ട്. ആസ്ക് യുവർ ഏഞ്ചൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്കും റിമെയിൻ പോസിറ്റീവ് ആണ്. ഇതേ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ നിങ്ങളോട് മുന്നോട്ടേക്ക് പോകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ആവാനായിട്ട് പോവുകയാണ്, മാറ്റം വരാനായിട്ട് പോവുകയാണ്. റീകൺസിഡർ ആണ്. നിങ്ങൾ എവിടെയാണോ അവഗണിക്കപ്പെട്ടത് അവിടെ നിങ്ങൾ പരിഗണിക്കപ്പെടാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം കൈവരാനായിട്ട് പോകുന്നു. ഒരു ബാലൻസിംഗിലേക്ക് നിങ്ങളുടെ ജീവിതം എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കുറ്റപ്പെടുത്തലുകളും കുറവുകളും ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ടും ഈ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് അതായത് പോരാടി നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായിരിക്കും ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പരിഗണിക്കപ്പെടാനായിട്ട് പോകുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി വീണ്ടും നിങ്ങളുടെ ഏഞ്ചൽസിന്റെ അടുത്ത് അതായത് നിങ്ങളുടെ ആ ഒരു വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് ഇംപ്രൂവ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടുകയാണ്. യെസ് നമുക്ക് അഗെയിൻ വന്നിരിക്കുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം പോസിറ്റിവിറ്റി ആണ്. ഡബിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് 2 പ്രാവശ്യം നിങ്ങൾക്ക് അഷ്വർ ചെയ്യുകയാണ് ഒരു യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കിയിരിക്കുന്ന ഈ ഒരു പുതുവർഷത്തിലെ കാര്യങ്ങളാണ്. ഓക്കെ, പുതുവർഷത്തിൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് മുതൽ ഒരു 41 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. റീഡിംഗ് ആണ് നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസും ക്ലൂസും എനർജീസും എല്ലാം തന്നെ നിങ്ങളായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മേ ബി ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ പേഴ്സണൽ റീഡിംഗിന്റെ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.